ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിനെ തള്ളി മുഖ്യമന്ത്രി. മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് വി.ഡി. സതീശൻ കെ.എസ്.യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ തീരുമാനം എടുക്കട്ടെ എന്നായിരുന്നു അലോഷ്യസിന്റെ പരസ്യ പ്രതികരണം. ആദിമ പ്രതികരണത്തിലേക്ക്. അല്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ എന്താ തൃപ്തിക്കുറവുണ്ടാവേണ്ട കാര്യം? എന്താ തൃപ്തിക്കുറവുണ്ടാവേണ്ട? അല്ല, ക്രിസ്റ്റൽ ക്ലിയർ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാരാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇന്നതാകും തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലൊരു മറുപടി തരുന്നത് ഉചിതമല്ല. എം.എസ്. വീണയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വീണ, കെ.എസ്.യു വി.ഡി. സതീശനും അതായത് മുഖ്യമന്ത്രിയും രണ്ടു തട്ടിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്നല്ല. കഴിഞ്ഞ 2-3 ദിവസമായി ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കെ.എസ്.യുവിൻ്റെ ഒരു വിഭാഗം പൂർണ്ണമായി മുഖ്യമന്ത്രിയെ തള്ളുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. എന്തായാലും ഇപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി കെ.എസ്.യുവിനെ തള്ളുകയാണ്. വീണ്ടും മുൻ നിലപാടിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? രാഖി, ഈ ഗവൺമെന്റ് പ്ലീഡർ വിവാദവുമായി ബന്ധപ്പെട്ട് കെ.എസ്.യു ഒരു തട്ടിലും മുഖ്യമന്ത്രി മറ്റൊരു തട്ടിലുമായിരുന്നു. ആ ചേരിതിരിഞ്ഞുള്ള വാക്പോരടക്കം വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വലിയ തരത്തിൽ അത് മുന്നണിയിലും ചർച്ചയായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിന് കെ.എസ്.യു ഭാരവാഹികൾക്ക് കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ളൊരു സമയം അനുവദിച്ചത്. വൈകിട്ട് 3:30 ആരംഭിച്ച കൂടിക്കാഴ്ച ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തുടർന്ന് മുഖ്യമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. കെ.എസ്.യുവിന്റെ നിലപാട് അത് പരസ്യ പ്രതികരണത്തിലടക്കം ശക്തമായിട്ടുള്ള വിമർശനവും ഒപ്പം തന്നെ കെ.എസ്.യുവിന്റെ നിലപാടിനെ അപ്പാടെ തള്ളുന്നൊരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജിയോണ ജെയിംസിനെ ആ ഒരു തസ്തികയിലേക്ക് നിയമിച്ചത്, ആ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ കാര്യം. അത് മുഖ്യമന്ത്രി നേതാക്കളോട് ആവർത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നേതാക്കൾ നടത്തിയ പരസ്യ പ്രതികരണം, അതായത് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള വിമർശനങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ നടത്തിയത് മുന്നണിക്കടക്കം ദോഷം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിശ്ചിതമായിട്ടുള്ള വിമർശനം തന്നെയാണ് നേതാക്കൾക്ക് മുന്നിലും മുഖ്യമന്ത്രി ആവർത്തിച്ചത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യണം, പാർട്ടി യോഗങ്ങളിൽ ചർച്ച ചെയ്യണം. അത്തരത്തിൽ പൊതുമധ്യത്തിലല്ല ചർച്ച ചെയ്യേണ്ടത്. സർക്കാരിനെയും കളങ്കപ്പെടുത്തും, പാർട്ടിയുടെ നിലപാടിനെ അടക്കം കളങ്കപ്പെടുത്തും. അത് സർക്കാരിന് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ എടുത്ത തീരുമാനം അത് ശരിയായ തീരുമാനമാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് മുഖ്യമന്ത്രി നിലപാട് അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൃത്യമായി ജനം ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ആ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നിലപാടുണ്ടായത്, മഞ്ഞുരുകിയോ, അനുകൂല നിലപാടുണ്ടായോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒഴുക്കൻ മട്ടിലുള്ള നിലപാട് തന്നെയാണ് അലോഷ്യസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്, അവരുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്നാണ് അലോഷ്യസിന്റെ പ്രതികരണം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കെ.എസ്.യുവിനെ തള്ളുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എം.എസ്. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.